സെക്കൻഡുകളുടെ വ്യത്യാസത്തിലുണ്ടായ 2 ഭൂകമ്പങ്ങളിലായി തകർന്നടിഞ്ഞ വെനസ്വേല. കാരക്കാസ് മേഖലയിലുണ്ടായ ഭൂകമ്പങ്ങളിൽ ഇതുവരെ 235 പേർ മരണപ്പെടുകയും 4300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് ഉത്തര വെനസ്വേലയിൽ ബുധനാഴ്ച രാത്രിയോടെ അനുഭവപ്പെട്ടത്. നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞതായും നിരവധി ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി കാരക്കാസിലും ലാഗ്വറയിലും അടിയന്തര രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരെയും വീട് നഷ്ടപ്പെട്ടവരെയും സഹായിക്കുവാൻ സൈന്യത്തെയും അത്യാധുനിക യന്ത്രസാമഗ്രികളെയും രംഗത്തിറക്കിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 157-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. വർഷങ്ങളായി കടുത്ത സാമ്പത്തിക ഭരണ പ്രതിസന്ധി നേരിടുന്ന വെനസ്വേലയ്ക്ക് ഈ പ്രകൃതി ദുരന്തം വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UK, US, ക്യൂബ, മെക്സിക്കോ, ചൈന, റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങൾ അടിയന്തര ധനസഹായവും രക്ഷാപ്രവർത്തനത്തിനുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം $250 ദശലക്ഷം അടിയന്തര സഹായവും പ്രത്യേക ദുരന്ത നിവാരണ സേനയെയും വെനസ്വേലയിലേക്ക് അയച്ചിട്ടുണ്ട്. സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ അയക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ അറിയിച്ചു. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവന ദാതാക്കളായ സ്റ്റാർലിങ്ക് വെനസ്വേലയിൽ അടുത്ത 1 മാസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് സേവനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊളംബിയയിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള 64-അംഗ സംഘം വെനസ്വേലയിലേക്ക് തിരിച്ചു. വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി തെരുവുകളിലാണ് രാത്രി ചിലവഴിച്ചത്. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകരാറിലായതാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ഈ ദുരന്തം രാഷ്ട്രീയപരമായും വലിയൊരു പരീക്ഷണമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകാരോഗ്യ സംഘടനയും വിവിധ UN ഏജൻസികളും മെഡിക്കൽ സഹായവുമായി രംഗത്തുണ്ട്.